ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സാലഡാണ്. വളരെ സിമ്പിളും നല്ല രുചിയായിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ 2 കക്കിരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. തൊലിയോട് വെക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൊലി കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചാനലിൽ ഒരുപാട് സാലഡ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഒരുപാടുണ്ട്. റഷ്യൻ സാലഡൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്ക്. അപ്പോൾ ഇതുപോലെ നല്ല ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സാക്കി എടുക്കാനും വെള്ളം ഉണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അത് 2 എടുത്തിട്ടുണ്ട്. ഈ ഒരു സാലഡിലേക്ക് തക്കാളിയൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അധികം ഇഷ്ടമില്ലെങ്കിൽ കുറക്കാം, പക്ഷേ ഒഴിവാക്കരുത് കേട്ടോ. കുറച്ചെങ്കിലും തക്കാളി ഇടണം. അപ്പോൾ തക്കാളി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മല്ലിയിലയാണ്. അപ്പോൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ് എടുത്തത്. പച്ചമുളക് നമ്മൾ എരിവ് കൂടുതലുള്ള പച്ചമുളക് എടുക്കണ്ട കേട്ടോ. എരിവൊന്നും ഇല്ലാതെ ചെറിയൊരുള്ള പച്ചമുളക് എടുക്കുക. പച്ചമുളക് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ പച്ചമുളകിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറും നല്ല സ്മെല്ലും വരുമ്പോഴും ഈ ഒരു സാലഡിന് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അതുപോലെ ഈ ഒരു ഇതുകൂടി ഇലകളും കൂടി കട്ട് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി മിക്സാക്കി ലാസ്റ്റാണ് നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കണ്ട, കാരണം ഉപ്പ് ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഊറിയിട്ട് വരും. അതുകൊണ്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇതാണ്, കടലയാണ്. വെളുത്ത കടല നല്ലതായി വേവിച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് ഉടഞ്ഞു ഇരിക്കുന്ന ആ ഒരു രീതിയിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ നല്ലോണം വെന്ത് അലയാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. അത് നല്ല രീതിയിൽ വെന്ത് നല്ല കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പോളം കടല എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടല വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കടലയിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ ചാട്ട് മസാലയാണ് കേട്ടോ. ഈ ഒരു ചാട്ട് മസാല ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചോളമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇതില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ടിന്നിൽ കിട്ടുന്ന ചോളമാണ്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി വേണം. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു പകുതിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് രണ്ടും ലാസ്റ്റാണ് ചേർക്കേണ്ടത്, ഉപ്പും ചെറുനാരങ്ങയുടെ നീരും. എന്നിട്ട് ഈ മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. ട്രൈ ചെയ്ത് നോക്ക്.